സുരക്ഷ ഉറപ്പുവരുത്തിയതും എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം എത്തിച്ചതും വൈദ്യുതീകരിക്കപ്പെട്ട നല്ല വീടുകൾ എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമായതും പ്രത്യേകമായി ശ്രീ നരേന്ദ്രമോദിജി എടുത്തു പറഞ്ഞു. രാജ്യത്തിന്റെ അടിസ്ഥാന വികസന രംഗത്തുണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടത്തെ സംബന്ധിച്ച് വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഒരു പരിഷ്കൃത സമൂഹം എന്നുള്ള നിലയിൽ ലോകത്തിനു മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെല്ലാം മാറേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം സൂചിപ്പിച്ചു. സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നത്തിന് വിരുദ്ധമായി ഒരു സിവിൽ നിയമം എന്നുള്ള അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ ഒരു സെക്കുലർ സിവിൽ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വരണം. ഇപ്പോ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിവിൽ നിയമങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. ചില ആളുകൾക്ക് മാത്രം പ്രത്യേക നിയമങ്ങൾ എന്നുള്ള ഒരു വിവേചനപരമായിട്ടുള്ള സമീപനമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തുടരുന്നത്. ആ സിവിൽ നിയമങ്ങൾ പരിഷ്കരിക്കണം. എല്ലാവർക്കും തുല്യമായ നീതി ഉറപ്പുവരുത്തണം. വിവാഹമോചനം, സ്വത്തവകാശം, പിന്തുടർച്ച അവകാശം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം മതത്തിന് അതീതമായിട്ടുള്ള ഒരു ഏകീകൃത സമ്പ്രദായം ഉണ്ടാവണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നത് നാം കേട്ടു. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും വലിയ വിഘാതമാവുന്ന തുടർച്ചയായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ അത് ഒരു വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം. ഓരോ 2 മാസം 3 മാസം കൂടുമ്പോഴും നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഓരോ 3 മാസം കൂടുമ്പോഴും പല രീതിയിലായിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ്. അതെല്ലാം പരിഷ്കരിച്ചുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഈ രാജ്യത്തെ വികസനത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും സ്വപ്നം, ആയിരക്കണക്കിന് കോടി രൂപയുടെ ലാഭം നമ്മുടെ രാജ്യത്തെ വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ ഉതകുന്ന രീതിയിൽ അത് പരിഷ്കരിക്കണം. 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്നുള്ള അതിലേക്ക് നമ്മുടെ രാജ്യം നടന്നെടുക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദീർഘമായിട്ടുള്ള സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയിട്ടുള്ളത്. സ്ത്രീകൾ, കുട്ടികൾ, അവശ ജനവിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗക്കാർ, കർഷകർ, സൈനികർ, ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നവർ സ്ത്രീകൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റുകൾ കൂടുതൽ ശ്രദ്ധയോടെ എടുക്കണമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ ഉപദേശരൂപേണ പറയുകയുണ്ടായി. ഈ പ്രസംഗം കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള, എല്ലാവരെയും ഹഠാത് ആകർഷിക്കുന്ന മനോഹരമായ പ്രസംഗമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ഉയർത്തിയത്. അടുത്ത വർഷം ആവുമ്പോഴേക്കും നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് 15 വർഷത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചരിത്രത്തിൽ ഇതാ വീണ്ടും നരേന്ദ്രമോദി 3ാം തവണയും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഈ 5 വർഷം നമ്മുടെ പ്രതിപക്ഷവും അതുപോലെ വിമർശകരുമൊക്കെ ഉന്നയിക്കുന്നത് പോലെ ഇതൊരു ശക്തമായ ഭരണമായിരിക്കില്ല, കൂട്ടുകക്ഷി ഭരണമാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ വൈകാതെ നീങ്ങും. ശക്തമായി തന്നെ എന്തൊക്കെ ആവശ്യങ്ങളാണോ ജനസംഘകാലം മുതൽ ജനങ്ങളെ മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വെക്കുന്നത്, ആ ആവശ്യങ്ങളെല്ലാം തന്നെ, ആ മുന്നോട്ട് വെച്ച നയപരിപാടികളെല്ലാം തന്നെ ശക്തമായ നിലയിൽ നടത്തും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നൽകിയിട്ടുണ്ട്. അത് 370-ാം വകുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു, അത് കാശ്മീരിന്റെ വിഭജനത്തിന്റെ കാര്യത്തിൽ നാം കണ്ടു, അത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ നാം കണ്ടു. ഇനി അതുപോലെ ഏക സിവിൽ കോഡും അതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും അടക്കമുള്ള സുപ്രധാനമായ വിഷയങ്ങളെല്ലാം ശക്തമായ നടപടികൾ എടുക്കേണ്ട എല്ലാ വിഷയങ്ങളും ഈ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. 2047 ആവുമ്പോഴേക്കും ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ശക്തിയായി ഭാരതം നിലനിൽക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത്. അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിനുള്ള പ്രേരണ ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രസംഗമാണ്. ഈ 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ കേരളത്തിലും ഈ നാട്ടിലെ ജനങ്ങൾ പ്രതിസന്ധിയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിലും പ്രകൃതി ദുരന്തങ്ങളുടെ പേരിലുള്ള വലിയ വിപത്തുകൾ നമ്മൾ നേരിട്ടെങ്കിലും ഒറ്റക്കെട്ടായി അതിനെല്ലാം അതിജീവിച്ച് ഭാരതത്തോടൊപ്പം കേരളത്തിലും നടന്നു നീങ്ങാൻ കഴിയുന്ന സാഹചര്യമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ എല്ലാം സ്വപ്നം. കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ഇവിടെ തുടരുന്ന കേരളത്തിന് അതിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും തടസ്സമായി നിൽക്കുന്ന ശക്തികളെയെല്ലാം പരാജയപ്പെടുത്തി രാജ്യത്തോടൊപ്പം നടന്നു നീങ്ങുന്ന
ഈ രാജ്യത്തിനൊപ്പം ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനം കൂടി കേരളത്തിലും വരേണ്ടതായിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. വൈകാതെ കേരളത്തിലും നമുക്ക് ഈ ഭാരതത്തിന്റെ അതേ രാഷ്ട്രീയ ചിന്താഗതി, നമ്മുടെ രാജ്യം ഇപ്പോൾ തുടരുന്ന അതേ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരു ജനതയെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ഹ്രസ്വമായ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം വർഗീയത പ്രയോഗിക്കുന്നവരാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി. പറയുന്നത് മതനിരപേക്ഷതയെക്കുറിച്ചാണെങ്കിലും പച്ചയായ വർഗീയത കാണിക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയുമില്ല. UDFന്റെ കാര്യത്തിലും സ്ഥിതി ഭിന്നമല്ല. LDFും UDFുമാണ് കേരളത്തിൽ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ലാഭം ഉണ്ടാക്കുന്നത്. അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് വടകരയിൽ കണ്ടത്. ഞങ്ങള് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത് വളരെ ശക്തമായി ഉന്നയിച്ചതാണ്. ഇപ്പോ കാഫിർ പ്രശ്നമാണ് പ്രധാനമായിട്ടും ഉയർത്തു വന്നിട്ടുള്ളതെങ്കിലും വടകരയിൽ നല്ല നിലയിലുള്ള വർഗീയത ഇരു മുന്നണികളും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. UDF പച്ചയായ വർഗീയത അവിടെ കാണിച്ചിട്ടുണ്ട്. LDF അതിനേക്കാൾ നീചമായ വർഗീയത കാണിക്കാനാണ് ശ്രമിച്ചത്. വർഗീയത ആളിക്കത്തിച്ച് തെരഞ്ഞെടുപ്പ് ലാഭം ഉണ്ടാക്കാനുള്ള മത്സരമാണ് അവിടെ നാം കണ്ടത്. കേരളത്തിന് ഒരിക്കലും പാടില്ലാത്ത ഒരു രാഷ്ട്രീയമാണ് LDFും UDFും നടത്തിയത്. കാഫിർ പ്രയോഗം നടത്തിയ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് ചെറിയ ആളുകളല്ല. നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, കാഫിർ പ്രയോഗം നടത്തിയത് ശരിയായില്ല. നടത്തിയത് സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവാണ്, CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയാണ്, ഉന്നത നേതാവാണ്, നേരത്തെ MLA ആയിരുന്ന ആളാണ്. അപ്പൊ KK ലതികയ്ക്കെതിരെയും ഈ പ്രയോഗം പ്രചരിപ്പിച്ച മറ്റ് DYFI നേതാക്കൾക്കെതിരെയും എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യം അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുക. അപ്പൊ സർക്കാർ അവരുടെ ആത്മാർത്ഥത എന്താണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഫിർ പ്രയോഗം നടത്തിയ വർഗീയ പ്രചാരണത്തിന് നേതൃത്വം നൽകി തെളിഞ്ഞിട്ടുള്ള പാർട്ടി നേതാക്കൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം. അത് ക്രിമിനൽ നിയമം അനുസരിച്ച് അവർക്കെതിരെ കേസെടുക്കണം. അതേപോലെ തന്നെ പാർട്ടി എപ്പോഴും CPM പാർട്ടി എപ്പോഴും പറയുന്നത് ഞങ്ങൾ പാർട്ടി ആഭ്യന്തര നടപടികൾ എടുക്കുന്നതാണ്. KK ലതികയ്ക്കും DYFI സംഘത്തിനുമെതിരെ പാർട്ടി എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? ഈ ചോദ്യവും ജനങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, സർക്കാർ കർശനമായ നിയമ നടപടി കാഫിർ പ്രയോഗം നടത്തിയവർക്കെതിരെ എടുക്കണം. രണ്ട്, CPIM പാർട്ടി ആ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പച്ചയായ വർഗീയത പ്രചരിപ്പിക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാക്കുകയും ചെയ്തു. അവർക്കെതിരെ എന്ത് നടപടിയെടുക്കും? ഇത് രണ്ടും ജനങ്ങളുടെ മുമ്പിൽ കിട്ടേണ്ട ഉത്തരമാണ്.